പിറ്റേ ദിവസം രാവിലെ ഉച്ചക്കും വൈകുന്നേരം എന്ത് ഫുഡ് വേണമെന്ന് തലേ ദിവസം തന്നെ എൻ്റെ ഉമ്മ എന്നോട് ചോദിച്ചു വെക്കും കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തേക്ക് നല്ല മാങ്ങാക്കറി ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ മാങ്ങാക്കറിയും പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള തക്കാളി മെഴുക്കും പപ്പടവും പാവയ്ക്ക അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. ഈ മാങ്ങയിൽ നിന്ന് ഒരു പീസ് ഇങ്ങനെ തിരുമ്മി എടുത്തിട്ട് കഴിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. കറി നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെയും കുറച്ചുകൂടെ ചോറ് ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഒരു കഷ്ണം മാങ്ങായും കൂടെ ഇട്ട് നല്ലപോലെ കുഴച്ച് തിന്ന്. ഞാൻ ഈ ചോറ് ഉരുള ഉരുട്ടി തിന്നുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. എൻ്റെ ഉമ്മ വാരിത്തരുമ്പോഴാണ് അങ്ങനെ ഉരുള ഉരുട്ടി വാരിത്തരുന്നത്. ഇന്നെന്തോ ഈ കറിയെല്ലാം കൂടെ മിക്സ് ചെയ്തപ്പം അങ്ങനെ ഉരുള ഉരുട്ടാൻ ഒരു മോഹമായിട്ട് അങ്ങനെയാണ് ഞാൻ വാരിത്തുന്നത്. പിന്നെ ഞാൻ ചോറ് കഴിക്കുന്ന യമണ്ടം പ്ലേറ്റ് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ ഇവിടെ വന്നാൽ ആ പ്ലേറ്റിൽ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. എത്ര ഭംഗിയുള്ള പ്ലേറ്റ് കിട്ടിയെന്ന് പറഞ്ഞാലും എനിക്ക് ഇതിൽ തന്നെ കഴിച്ചാലൊരു സമാധാനം വരത്തുള്ളൂ. ചോറൊക്കെ കഴിച്ചത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. ആലപ്പുഴയിൽ ഇപ്പം നല്ല അടിപൊളി പരിപാടികളൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. എൻ്റെ ഉമ്മാണെങ്കിൽ ഞാൻ വന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ഡിസംബർ ആയാലും ആലപ്പുഴയിലൊക്കെ നല്ല പരിപാടിയാണ് കേട്ടോ. മെയിനായിട്ടുള്ളതാണ് ചെറുപ്പ്. പക്ഷേ എനിക്ക് അതിന് വരാൻ പറ്റിയില്ല. നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്കും ചെറുപ്പിൻ്റെ സമയം കഴിഞ്ഞു പോയി. പക്ഷേ അതിലും അടിപൊളി പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ ബീച്ചിൽ നടക്കുന്നത്. അവിടെ എത്തിയ ഉടനെ തന്നെ ഓരോ കോഫിയും കോളിഫ്ലവറും മുളക് വെച്ചൊക്കെ കഴിച്ച് മാമിയും പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മയും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ കുറച്ചധികം നേരം നമ്മൾ അവിടെ മാറിയിരുന്ന് പിന്നെ ഓരോ റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. കൂടുതലും 7 മണി ആ ഒരു ടൈമിലാണ് കേട്ടോ ആൾ കൂടുതൽ വരുന്നതും ഈ റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും. പിന്നെ ഉമ്മാക്ക് ഈ തോണി കയറണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിത് 3 പേരും കൂടെ കയറി നടുക്കാണ് കേട്ടോ ഇരുന്നത് കൊച്ചുള്ളത് കൊണ്ട്. ഷിനാജായിട്ട് എപ്പോൾ കയറിയാലും ഷിനാജ് ഏറ്റവും അറ്റത്താണ് കേട്ടോ എന്നെ കൊണ്ടിരുത്തുന്നത്. എൻ്റെ പൊന്നും അവിടെ ഇരുന്നാലും നമ്മൾ പരലോകം വരെ കണ്ടുപോകും. അങ്ങനത്തെ ഫീലാണ്. ഇതിൽ കയറിയപ്പോൾ വേറൊരു വൈബായിരുന്നു കേട്ടോ. കാരണം ബീച്ചിലല്ലേ, അപ്പം കടലിൻ്റെ ആ വ്യൂ ഒക്കെ കണ്ട് നല്ല അടിപൊളിയായിരുന്നു. എന്തായാലും കുറച്ച് നേരം അതിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെയൊക്കെ ചുറ്റിപ്പറ്റി കറങ്ങിയതേ ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത്. ഞാൻ കഴിച്ചില്ല കേട്ടോ. കാരണം എൻ്റെ ചുമയും ജലദോഷം ഇപ്പോഴും എന്നെ വിട്ട് പോയിട്ടില്ല, എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തണുത്ത സാധനങ്ങളൊന്നും ഞാൻ കഴിച്ചില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്.